അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിക്ക് നൽകിയ ഒരു കഴിവാണ് മരണപ്പെട്ടു പോയ ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ജീവിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ തന്റെ ജനതയിൽപ്പെട്ട ആളുകൾ ഈസാ നബിയോട് പറഞ്ഞു, ഈസാ നബിയെ, വളരെ അടുത്തു മരണപ്പെട്ടവരെയാണല്ലോ നിങ്ങൾ ജീവിപ്പിക്കുന്നത്, പണ്ടേ മരണപ്പെട്ടവരെ എന്താ നിങ്ങൾ ജീവിപ്പിക്കാത്തത്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അപ്പൊ തന്റെ ജനതയോട് പറഞ്ഞു, ആരെയാണ് ഞാൻ ജീവിപ്പിക്കേണ്ടത്, നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനത ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാണ്. ആരുടെ ഖബറായിരുന്നു അതെന്നറിയുമോ? മഹാനായ സാം ഇബ്നു നൂഹ്. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് 980ഓളം കൊല്ലം ആളുകളെ പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമിന്റെ ഖബറായിരുന്നു അത്. ആ ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ട് ആളുകൾ പറഞ്ഞു, ഈസാ നബിയെ, ഈ ഖബറിലുള്ള ആളുകളെ നിങ്ങൾ എഴുന്നേൽപ്പിക്കണം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിന്റെ അടുത്തേക്ക് ചെന്നു. ഖബറിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് രാജാതിരാജനായ റബ്ബിനോട് അതാ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, ഖബറിലെ ആളെ നീ എഴുന്നേൽപ്പിച്ചു തരണേ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യേണ്ട താമസം ഖബർ അതാ പിളരുകയാണ്. ഖബറിന്റെ ഉള്ളിൽ നിന്നതാ സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം പുറത്തേക്ക് വരികയാണ്. സലാം ചൊല്ലി അസ്സലാമു അലൈക്കും. അവർ സലാം മടക്കി വഅലൈക്കുമുസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, മന്നൻത, നിങ്ങൾ ആരാണ്? ഈ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നയാൾ പറഞ്ഞു, അന സാം ഇബ്നു നൂഹ്, ഞാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമാൻ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയാണ്, കൂടെയുള്ളവരും സാമിന്റെ തലയും താടിയുമെല്ലാം നരച്ചിട്ടുണ്ട്. ഈസാ നബി ചോദിച്ചു, എന്താണ് സാമേ ഇത്? തലയും താടിയും ഒക്കെ നരച്ചിരിക്കുന്നല്ലോ, അങ്ങയുടെ കാലഘട്ടത്തിൽ ഈ നര ബാധിച്ചിട്ടില്ലല്ലോ. ആ സമയത്ത് സാമ പറയുകയാണ്, ഈസാ നബിയേ, അങ്ങ് വിളിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഖിയാമത്ത് നാളെ സംഭവിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഖിയാമത്ത് നാളെ സംഭവിച്ചുവെന്ന് വിചാരിച്ച് എന്റെ മുടി നരച്ചു അതിന്റെ ഭീകരത ആലോചിച്ച് നരച്ചുപോയതാണെന്ന് മഹാനായ സാം ഇബ്നു നൂഹ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു സാമിനോട്, സാമേ, കൈഫ കാനൽ മുൻദു ഖംസന മുത്ത, നിങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിട്ട് എത്ര വർഷമായി? സാം പറഞ്ഞു, മുൻദു 40,000 സന, ഞാൻ ലോകത്ത് നിന്ന് മരണപ്പെട്ടിട്ട് വിട പറഞ്ഞിട്ട് 4000 കൊല്ലമായി. 4000 കൊല്ലമായി ഞാൻ മരണപ്പെട്ടിട്ട്. ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, കൈഫ കാനൽ മൗത്ത്, മരണം എങ്ങനെയായിരുന്നു സാമേ? ആ സമയത്ത് സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാമേ, 4000 കൊല്ലമായില്ലേ ഞാൻ മരണപ്പെട്ടിട്ട്, ഇന്ന് വരെ മാ ദഹബത് മിറാറത്തുൽ മൗതി മിൻ ഹൽഖിഹി. അസ്റായീൽ അലൈഹിസ്സലാം എന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് അങ്ങ് വലിക്കുന്ന സമയത്തുള്ള ആ വേദനയുണ്ടല്ലോ, ആ വേദന ഇന്ന് വരെ എന്റെ തൊണ്ടയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഈസാ നബിയുടെ മഹാനായ സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം ചിന്തിച്ചു നോക്കൂ, നമുക്ക് അങ്ങനെ ഇത് സഹിക്കാനും കഴിയും? മരണത്തിന്റെ രണ്ടാമത്തെ വെപ്രാളം അതാണ് എന്റെ സഹോദര. ഭീകരത ഏതാണ് എന്റെ സഹോദര? മൂന്നാമത്തെ ഭീകരത എന്താണെന്നറിയുമോ? മരണപ്പെടാൻ പോകുന്ന ഏതൊരാളും മഹാനായ അസ്റായീൽ അലൈഹിസ്സലാമിനെ കാണുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മനുഷ്യനെ നോക്കണം, നോട്ടമില്ല, അവസാനത്തെ നോട്ടം, കണ്ണിന്റെ നോട്ടം കണ്ടില്ലേ, തുറച്ചു നോക്കുന്നത്. ഏതൊരു മനുഷ്യരും മരിക്കുമ്പോ കണ്ണ് മേൽപോട്ടാൻ, റൂഹ് കൊണ്ടുപോകുമ്പോ അസ്റായീലിന് നേരെ സഹതാപത്തിന്റെ നോട്ടമാണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ശരീരം റൂഹ് കൊണ്ടുപോവുകയാണോ എന്ന ആ വേവലാതിയുടെ നോട്ടമാണ് എന്റെ സഹോദര. അസ്റായീലിനെ കാണും. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരിക്കൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അസ്റായീലിനെ കണ്ടല്ലോ. അസ്റായീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ അസ്റായീലിനോട് ചോദിച്ചു, അസ്റായീലേ, ഹൽ തസ്തതിഉ അൻ തുരിയനി സൂറതകല്ലതി തഖബിദു അലൈഹാ റൂഹൽ ഫാജിർ, മോശപ്പെട്ട ആളുകളുടെ റൂഹ് എങ്ങനെയാണ് നിങ്ങൾ പിടിക്കുക
വിളിക്കുക എന്നൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് എനിക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല ഇബ്രാഹിമേ. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല അസ്രായീലെ, എനിക്ക് കാണാൻ കഴിയും. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ മുഖം അങ്ങ് തിരിച്ചു കളയുക എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം മുഖം തിരിച്ചു കളഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോ പറഞ്ഞു, എന്നെ ശ്രദ്ധിക്കോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അസ്രായീലിനെ കാണേണ്ട താമസം എന്റെ സഹോദര. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ബോധരഹിതനായി വീഴുകയാണ്. കാരണം എന്താ? ഇദാ ഹുവ ബിറജുലിൻ അസ്വദ്, കറുത്തിരുണ്ട മനുഷ്യന്റെ കോലത്തിലാണ് അസ്രായീൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഖായിമുശ് ശഅർ, മുടിയൊക്കെ ഇങ്ങനെ എടുത്തു തുറിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല മുന്തിനൊരേ വല്ലാത്ത ദുർഗന്ധമുണ്ട്. അസ്വദു സിയാബ്, കറുത്ത രൂപത്തിലാണ്. മാത്രമല്ല ധരിച്ചിരിക്കുന്ന വസ്ത്രമാണെങ്കിലോ കറുത്ത വസ്ത്രമാണ്. യഖ്റുജു മിൻ ഫീഹി വമനാഖിരിഹി ലഹീബുൻ നാരി വദ്ദുഖാൻ, അസ്രായീലിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ തീജ്വാലകളും അതേപോലെ പുകയും പുറത്തേക്ക് വരുന്നുണ്ട്. ഉമ്മമാരെ നമ്മൾ കാണാൻ പോവുകയാണ്, ഉപ്പമാരെ നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മളിൽ ഒരുപാട് ആളുകൾ ഈ രംഗങ്ങളൊക്കെ കണ്ട് യാത്രയായവരാണ്. അവരാരും തിരിച്ചു വന്നിട്ടില്ല. എല്ലാവരും പോയി, നമ്മളും ആ വഴിക്ക് പോകും, നമ്മളും ആ വഴിക്ക് യാത്രയാകാറുള്ളവരാണ്. അള്ളാഹു ആ യാത്ര എളുപ്പമാക്കി തരട്ടെ. देखता है क्या ईद हो रही है, देखता है क्या ईद हो रही है, मरने वाला जाता है कपड़े बदल बदल के, मरने वाला जाता है कपड़े बदल बदल के. ഒരു വീട്ടിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. क्या देखता है क्या ईद हो रही है. അപ്പൊ ഈ കാണുന്നയാൾ ചോദിക്കാണ്, എന്താണ് ആ വീട്ടിൽ ഉത്സവമാണോ, എന്താണ് ആ വീട്ടിൽ മംഗലമാണോ, എന്താണ് ആ വീട്ടിൽ ശ്രദ്ധയാണോ? അല്ല, ഇത് കണ്ടയാൾ പറയുകയാണല്ല, മറന്ന വാല ജാത്താഹേ, ആ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അയാൾ യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര. കപടേ ബദിൽ ബദിൽ ഖേ, കപടേ ബദിൽ ബദിൽ ഖേ, കപടേ ബദിൽ ബദിൽ ഖേ. 3 വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്. അവിടെ ആരും ഫാഷന്റെ വർത്തമാനം പറയാറില്ല. അവിടെ ആരും ഔറത്ത് മറക്കാത്ത വസ്ത്രം ധരിച്ചു നടക്കാറില്ല. ഉമ്മമാരെ ശ്രദ്ധിച്ചോളൂ. കപടേ ബദിൽ ബദിൽ ഖേ, ഔറത്ത് മറയാത്ത വേഷങ്ങളൊക്കെ മൂലക്ക് വലിച്ചു കൂട്ടിയിട്ട് 3 തുണി വെള്ള വസ്ത്രവും ധരിച്ചവന് യാത്രയാവുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം നീ എളുപ്പമാക്കി തരണേ അല്ലാ, നല്ല രീതിയിലാക്കി തരണമേ തമ്പുരാനെ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പേടിച്ചു ബോധരഹിതനായി വീണു പോയത്രേ. ഞാൻ ചുരുക്കുകയാണ്, സമയം ചുരുക്കി വീഴുന്നു എന്നതുകൊണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 4ാമത്തെ ഭീകരത മുശാഹദത്തുൽ മലക്കൈനിൽ ഹാഫിളൈൻ, ഇടത്തും വലത്തും നിൽക്കുന്ന 2 മലക്കുകളെ കാണുമത്രേ. മരണപ്പെടാൻ പോകുന്നയാൾ ഇടത്തും വലത്തുള്ള 2 മലക്കിനെ കാണേണ്ടി വരും. മരണത്തോടൊരാൾ ഇങ്ങനെ അടുക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് റൂഹിങ് പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇടത്തും വലത്തും തോളിലുള്ള 2 മലക്കുകളുണ്ടല്ലോ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങൾ എന്തൊന്ന് സംസാരിക്കുന്നുണ്ടോ, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടോ, അതാരും കാണാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഈ 2 മലക്കുകൾ ആ കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരിക്കാൻ പോകുന്ന സമയത്ത് ആ 2 മലക്കുകളും ഇങ്ങോട്ട് ഇറങ്ങുമത്രേ തോളിൽ നിന്ന്. എന്നിട്ട് ഇയാളോട് പറയുമത്രേ, എന്താ പറയാ, നല്ല മനുഷ്യന് മോശപ്പെട്ട ആളാണെങ്കിൽ, നല്ല മനുഷ്യനാണെങ്കിൽ അയാളോട് പറയും, ഫൈൻകാന മുതിയ ഖാല ലഹു ജസാകല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് നന്മ നൽകട്ടെ. ഫറുബ്ബ മജ്ലിസ് സിദ്ഖിൻ നജ്ലസ്തനാ വഅമലൻ സാലിഹൻ നഹ്ദർതനാ. എത്ര നല്ല സദസ്സിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, എത്ര സാലിഹായ സൽക്കർമ്മങ്ങൾക്കാണ് ഞങ്ങളെ നീ സാക്ഷികളാക്കിയത്. അതുകൊണ്ട് അല്ലാഹു നിനക്ക് നന്മ ചെയ്യട്ടെ എന്ന് തോളിലുള്ള 2 മലക്കുകളും ഇറങ്ങിയിട്ട് നല്ല മനുഷ്യനോട് പറയുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇനി മരിക്കാൻ പോകുന്നയാൾ മോശപ്പെട്ടയാളാണെങ്കിലോ മലക്കുകളെ കാണുന്ന ഇതൊന്നും മരിക്കുന്ന ആളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം ഭൂമിയിൽ മനുഷ്യനെല്ലാം കാണാനുള്ള പവറില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു ബ്ലഡ് ക്യാൻസർ ആയ ഒരാളെടുത്ത് പോയാൽ അയാളുടെ ബ്ലഡ് കണ്ടാൽ തന്നെ നമുക്ക് അയാളുടെ ബ്ലഡിൽ ക്യാൻസറിന്റെ രക്താണുക്കൾ ഉണ്ടെന്ന് കാണാൻ കഴിയോ? ബ്ലഡ് ക്യാൻസർ ഉള്ള ആളുടെ രക്തത്തിൽ ക്യാൻസറിന്റെ രക്താണുക്കളുണ്ട്, ക്യാൻസറിന്റെ രോഗാണുക്കളുണ്ട്. പക്ഷെ അത് കാണുന്നയാൾക്ക് നേരെ അത് കാണാൻ കഴിയുന്നില്ല. ഉണ്ടോ? പ്രത്യേക ഉപകരണങ്ങൾ വെച്ചെങ്കിൽ മാത്രമല്ലേ, ടെസ്റ്റ് നടത്തിയാലല്ലേ മനസ്സിലാവുന്നുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, മരണപ്പെടാൻ പോകുന്ന ആളുടെ അടുത്ത് മലക്കുകൾ വരുമ്പോ അടുത്ത് നിൽക്കുന്നയാൾക്ക് അത് കാണാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുകയാണ്. ഫകശഫനാ അൻക